കുഞ്ഞുട്ടി, 2 ഊണ് പോയിഞ്ഞോളൂ. നമസ്തേ. ഓ, പൊതി 2ആയിട്ടല്ലേ വാപ്പേട്ടാ? അങ്ങനെയാണല്ലോ കുറെ ദിവസമായിട്ട് ഇവിടുന്ന് വാങ്ങണത്. പിന്നെന്തൊരു സംശയം? ഇനിയിപ്പോ എന്തിനാ 2ആയിട്ട് പൊതിയണേ? പായൊന്നാണ് ഈ പാത്രം ഒന്നാക്കിക്കൂടെ? മനസ്സിലെ കുഷ്ഠം പപ്പന്റെ മുഖത്ത് വെച്ച് ഉറക്കാൻ നോക്കിയാലുണ്ടല്ലോ. ഞാനല്ലേ പറഞ്ഞത് മാറാൻ. എന്താ ഇത്? തോന്നിയ ദിവസം പറഞ്ഞ അന്ന് ആവിയ മുറിക്കും. മനസ്സിലായിക്കോ? കുറച്ച് കാപ്പി തരട്ടെ നിനക്ക്? ഇന്ന് നമ്മൾ പട്ടിണി കേട്ടോ. ആ കടയിൽ ഊണ് തീർന്നു. കുടിക്ക്. പപ്പേട്ടന് മേലെന്താ ചെളി മണ്ണൊക്കെ? അതൊന്നുമില്ല. നമ്മുടെ നാടല്ലേ, മനുഷ്യന്മാരുടെ ഓരോ തമാശ. എല്ലാ തമാശയ്ക്കും നമ്മൾ ചിരിച്ചോളന്നില്ലല്ലോ. പപ്പേട്ട ഒക്കെ മനസ്സിലാവണുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടിയാ പപ്പേട്ടൻ. നീ വേണ്ടാത്ത ഓരോന്ന്. ഇത് കുടിക്ക്. എന്നും എന്തെങ്കിലുമൊക്കെ സഹിക്കാൻ വേണം പപ്പന്റെ ജീവിതത്തില്. ഇനി അത് നീയാണെങ്കിൽ ദൈവത്തിന്റെ തീരുമാനമാണെന്ന് കരുതിക്കൊള്ളാം. എന്താണ്ടായത്? വടക്കേടത്തെ മുറ്റത്ത് തോറ്റെങ്കില് ഇനി അതെവിടെയാവാം. വേണ്ട, ഇനി പപ്പേട്ടൻ എവിടെയും തോറ്റുവിടാ. ഞാനൊന്ന് ജയിക്കട്ടെ ഇവിടെയെങ്കിലും. പപ്പേട്ടൻ ഒരു ചരട് കെട്ടട്ടെ നിന്റെ കഴുത്തില്. വേണ്ട, അത് വേണ്ട. വേണ്ട പപ്പേട്ട, ആർക്കും വേണ്ട തന്നെ. എനിക്ക് വേണം. പപ്പന്റെ മനസ്സും സ്നേഹവും മനസ്സിലാക്കാതെ വലിച്ചെറിഞ്ഞ് തോൽപ്പിച്ചു പോയ എല്ലാരും ജയിക്കാൻ. ജീവിക്കാൻ സമ്മതിക്കാത്ത ലോകത്തിന് ജീവിച്ചൊന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് വേണം എന്റെ പണിക്കുട്ടിയെ. മനസ്സ് നിറയെ മതിയാവോളം സ്നേഹിക്കാൻ എനിക്ക് വേണം എന്റെ പണിക്കുട്ടിയെ. വേണ്ടാന്ന് പറയോ? പറയോ മണിക്കുട്ടി? വടക്കേട വടക്കേടത്തെ തറവാടിന്റെ അന്തസ് 100 വട്ടം പറയായിരുന്നല്ലോ ഏട്ടൻ. തലയുർത്തി നടക്കാൻ വയ്യണ്ടേ? എന്തൊക്കെയാ ശശി നീ പറയണേ? അമ്മ മിണ്ടരുത്. ഈ ശിവൻ അമ്മൂനെ കെട്ടുന്ന കാര്യം പറഞ്ഞപ്പോ ഏട്ടന് നെല്ലിപ്പറമ്പത്താർ വടക്കേടത്തെ ആശ്രിതരായിരുന്നു എന്നാ കുറ്റം. ഇതോപ്പോ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന തള്ളയുടെ മോളാ. അതിനച്ഛ കൈയും കാലുമില്ല. അവിടുത്തെ കാവല് കിടക്കലും അങ്ങാടി തല്ലുണ്ടാക്കലും ഓരോരോ കഥകൾ കേട്ടിട്ട് മേലിന്ന് തൊലി പൊളിയ. ഭ്രാന്ത, ഭ്രാന്ത്. എന്നെ തോപ്പിക്കാനുള്ള ഭ്രാന്ത്. നിങ്ങൾക്കൊക്കെ വായി തോന്നിയത് വിളിച്ചു പറയാനുള്ള കാര്യമല്ല ഇത്. ചീപ്പ്നെസ്. വന്ന പേരുദോഷമൊക്കെ മറക്കാം. തിരുത്താൻ ഇനിയുണ്ട് സമയം. അമ്മേ, വലിയേട്ടൻ. എന്തൊക്കെയാ മോനെ ഈ കേക്കണേ? കേക്കണതൊക്കെ സത്യാണമ്മേ.
ഇനി ആർക്കും ഒന്നും പറയാൻ ഇടം കൊടുക്കണില്ല. മണിക്കുട്ടിയെ ഒരു താലി കെട്ടി വടക്കേടത്തേക്ക് കൊണ്ടുപോവുക. നിനക്കിതെന്തു പറ്റി പപ്പ? പറ്റിയച്ചമ്മേ, തിരിഞ്ഞു നോക്കുമ്പോ പറ്റിയതൊക്കെയും തെറ്റുകൾ തന്നെയാ. അക്കൂട്ടത്തിലേക്ക് ഒരു തെറ്റും കൂടെ. എല്ലാത്തിനും ന്യായം ഉണ്ടായിട്ടിന്. ഞങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ ജീവിക്കണം കൂടി ഓർത്താണ്ടായിരുന്നു. എന്നും ഏട്ടന്റെ വിവരക്കേടും തെറ്റുകളും ഒക്കെ ക്ഷമിച്ച നിങ്ങളൊക്കെ ഇതും കൂടെ ക്ഷമിച്ചേക്കുക. പപ്പേട്ട, ഇതൊക്കെ വാശിയാ. പകരം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ മനസ്സ് കാണിച്ചാൽ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ നിന്ന് പപ്പേട്ടനൊരു വിവാഹം, അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ഏർപ്പാട് ചെയ്യാം. നന്ദിയുണ്ട്. പപ്പേട്ടന്റെ നല്ലതിനു വേണ്ടി ചിന്തിച്ചല്ലോ, സന്തോഷമുണ്ട്. പക്ഷേ ഈ പപ്പേട്ടനും ഉണ്ടല്ലോ ഒരു ചെറിയ മനസ്സ്. ആ മനസ്സിന്റെ തീരുമാനം തെറ്റായിരിക്കാം. നാളെ രാവിലെ 10:00 തരക്കേടില്ലാത്തൊരു മുഹൂർത്തമുണ്ട്. വലിയ ആളും ബഹളവും ആർഭാടങ്ങളും ഒന്നും ഇല്ലാത്തൊരു ചടങ്ങ്. അമ്മ വരണം, അനുഗ്രഹിക്കണം. അമ്മ കരയരുത്. ചിരിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞ് അനുഗ്രഹിക്കേണ്ട നേരത്ത് എന്റെ അമ്മ കരയരുത്. പഴച്ചുപോയി, എങ്ങനെയോ വഴിപഴച്ചുപോയി. ഓർക്കണം, ഈ കാലുകൊണ്ടെങ്കിലും ഒരു അനുഗ്രഹം. കുട്ടിക്കാലത്ത് ചെറിയ ചെറിയ തെറ്റുകൾ എൻ്റെ മോൾക്ക് പറ്റുമ്പോൾ വല്യേട്ടൻ പറയായിരുന്നു അരുതെന്ന്. ഇപ്പോ വല്യേട്ടൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടുക. പിണങ്ങരുത് എൻ്റെ മോള്. ആ, കയ്യിൽ നിലവിളക്ക് കൊടുത്ത് മണിക്കുട്ടിയെ വടക്കേടത്തേക്ക് കയറ്റാൻ അവകാശം നിനക്ക. വരണം. നിങ്ങളുടെ അന്തസ്സിന് ചേരില്ല എന്നറിയാം. വരാനും മടിയുണ്ടാവും. കുട്ടിക്കാലത്ത് പപ്പേട്ടാന്ന് വിളിച്ചിരുന്നല്ലോ നീ. ആ പപ്പേട്ടന് മനസ്സുകൊണ്ടൊരു അനുഗ്രഹം അത്രേ വേണ്ടൂ. ശശികുട്ട, ഇങ്ങനൊരു ഏട്ടനില്ല എന്ന് വിചാരിച്ചോളൂ. ഏതോ ആരുടെയോ ഒരു കല്യാണം. അവിടെ എവിടെയെങ്കിലും ഒന്ന് വന്നു നിന്നാലേ അച്ഛനോർത്തോളും എന്റെ മക്കൾ എപ്പോഴും ഒന്നിച്ചുണ്ടെന്ന്. എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കണ്ട. അല്ല, അത് കൂടേണ്ടവരൊക്കെ ഇവിടെയുണ്ട്. ബാക്കിയുള്ളൊരു നായരൂട്ടിന് മനസ്സിലുമില്ലേ. വൈകിക്കണ്ട. പപ്പേട്ട, അമ്മ. അവിടെ ആരും അറിയണ്ട പോന്നെ. വൈകില്ലല്ലോ.
നോക്ക് വേറൊന്നും തരാനില്ല അമ്മയുടെ കയ്യിൽ. മണിക്കുട്ടിയുടെ തന്നെ കൈകൊണ്ട് ആ ജനാലയം തുറന്നേ. ദാ അവിടേക്കൊന്ന് നോക്കൂ, എന്താ കാണുന്നു? പടിപ്പുര.